നമസ്കാരം ചേട്ടാ. നമസ്കാരം. നമ്മോടൊപ്പം ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം കൂടെയുള്ളത് സുന്ദരേശൻ എന്നാണ്. അതെ, LIC ഏജൻ്റായിരുന്നു. ഇപ്പോഴും LIC ഏജൻ്റാണ്. പിന്നീട് നമ്മുടെ മായ ബസ് സർവീസ് തൃശ്ശൂരത്തെ ഏറ്റവും പ്രൈവറ്റ് ബസ് സർവീസാണ്. 24 കൊല്ലത്തോളം അവിടെ അക്കൗണ്ടൻ്റ് ആയിരുന്നു, പ്രൈവറ്റ് കമ്പനി ആയിരുന്നു. അപ്പോൾ ഇന്ന് സുന്ദരേശൻ ചേട്ടനോട് നമുക്ക് സംസാരിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ വൈഫ്, ഭാര്യ മഹിളാമണി അല്ലേ, അദ്ദേഹത്തിൻ്റെ പത്നിയുടെ മരണവുമായി ബന്ധപ്പെട്ട്, അതായത് ആശുപത്രിയുടെ അനാസ്ഥയെക്കുറിച്ച് തൃശ്ശൂർ, ഈ ആശുപത്രി തൃശ്ശൂർ ഷൊർണൂർ റോഡിലുള്ള ദയ ഹോസ്പിറ്റൽ എന്ന ഹോസ്പിറ്റൽ അധികൃതരുടെ അനാസ്ഥയിലൂടെ ഒരു ജീവൻ നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഈ വാർദ്ധക്യത്തിലും കേസും കാര്യങ്ങളും ഒക്കെയായി തൻ്റെ പ്രിയതമയുടെ മരണത്തിൽ തനിക്കുണ്ടായ നഷ്ടത്തിൽ ആശുപത്രി അധികൃതരുടെ ഒരു ഉത്തരവാദിത്വമില്ലായ്മയിൽ തനിക്കുണ്ടായ നഷ്ടത്തിൽ അദ്ദേഹം കൺസ്യൂമർ കോർട്ടിലാണ് അല്ലേ, ഇവിടെ ഏത് കോടതി? തൃശ്ശൂർ കോടതിയിലാണ്. അപ്പോൾ നമുക്ക് ആ വിഷയത്തിലേക്ക് തന്നെ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചുകൊണ്ട് നമ്മുടെ സംസാരം ആരംഭിക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. താങ്കളുടെ പത്നി, ഭാര്യ മരിക്കുന്നത് ഏത് വർഷമാണ്? 2020. അപ്പോൾ നമ്മുടെ ഈ താങ്കളുടെ വൈഫിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ ഉണ്ടായ ആ ഒരു ഇൻസിഡൻറ്റ് എങ്ങനെയാണ് ഈ മഹിളാമണി എന്ന താങ്കളുടെ ഭാര്യ ഈ പറയുന്നത് പോലെ എങ്ങനെ ഈ ഒരു ആശുപത്രിയിൽ പോകേണ്ട അവസ്ഥയിലേക്ക് എത്തപ്പെട്ടതിനെ കുറിച്ച് ഒന്ന് ചുരുക്കി പറയാമോ? പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലായിരുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കി പോവുകയും ജോലിയും ഉണ്ടായിരുന്നു അല്ലേ? എവിടെയായിരുന്നു ജോലി? ട്രിനിറ്റി ഫാർമസിയിൽ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് പോയ ആ രോഗാവസ്ഥയിലേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഇടയായ ആ സംഭവത്തെക്കുറിച്ച് ഒന്ന് ചുരുക്കി പറയാം. 21/10/2019 വെച്ചിട്ടില്ല, സ്ഥലം ഓണാക്കിയോ? 21/10/2019 കാലത്ത് ഞങ്ങൾ അമ്പലത്തിൽ പോയി, സാധാരണ അമ്പലത്തിൽ പോണ പതിവുണ്ട്. അമ്പലത്തിൽ പോയി വന്നിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ അപ്സ്റ്റെയറിൽ ഒരു തമിഴ്നാട്ടുകാർ വാടകയ്ക്ക് താമസിച്ചിരുന്നു. ഒരു ഭാര്യ, ഭർത്താവ്, 2 മക്കൾ. വല്ലപ്പോഴൊരിക്കൽ അവരുടെ അമ്മയും കൊണ്ടു നിൽക്കാറുണ്ട്. ഈ നാടാന്മാരാണ്, തൃശ്ശൂർപ്പള്ളിക്കാരാണ്. അങ്ങനെ കാലത്ത് അമ്പലത്തിൽ പോയി വന്ന് വീട്ടിൽ വൈഫ് ചായ ഉണ്ടാക്കാൻ നോക്കുന്ന സമയത്ത് കാലത്ത് ഒരു 7-7:15 ഉണ്ടാവും. ആ സമയത്ത് മുകളിലത്തെ നാടാരുടെ ഭാര്യ വന്നിട്ട് അവരുടെ ഭർത്താവിൻ്റെ അമ്മ കട്ടിലിൽ അനക്കമില്ലാതെ കിടക്കുന്നു എന്ന് പറഞ്ഞു. ആ പറഞ്ഞിട്ട് നോക്കിയപ്പോൾ ഞങ്ങൾ കയറി നോക്കിയപ്പോൾ എന്താ വെച്ചാൽ അവർ കിടന്നിരുന്ന് മരിച്ച് ചത്ത് വിറങ്ങലിച്ച്, അതായത് മരിച്ചിട്ട് ചുരുങ്ങിയ ഒരു 6-8 മണിക്കൂറെങ്കിലും ആയിക്കോണം, വിറങ്ങലിച്ചിട്ടാണ് കിടന്നിരുന്നത്. ആ കിടപ്പാണെന്ന് വെച്ചാൽ വായൊക്കെ തുറന്ന് കംപ്ലീറ്റ് പല്ലുകൾ കഴുത്തിലും, കണ്ണ് പുറത്തേക്ക് തള്ളിയ മാതിരിയും, ഒരു കൈ കട്ടിലിൽ മുറുകെ പിടിച്ചുകൊണ്ടും. കണ്ട വഴിക്ക് എൻ്റെ വൈഫ് പറഞ്ഞു, അയ്യോ എനിക്ക് പേടിയാവുന്നു എന്ന് പറഞ്ഞ വഴിക്ക് ഞാൻ ഡോക്ടർ ഇട്ടൂപ്പിനെ വിളിച്ച് കാണിച്ച് നിങ്ങൾ ഇതാവാൻ പറഞ്ഞ് ഞങ്ങളങ്ങനെ അടിയിലേക്ക് ഇറങ്ങി. വൈഫ് കുറച്ച് നേരം സെറ്റിയിലോ അല്ലെങ്കിൽ കിടക്കലോ പോയി ഇരിക്കുകയോ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പഠിക്കെ ചെന്ന് അയൽക്കാരെ വിളിച്ച് ഇങ്ങനെ നാടാരുടെ അമ്മ മരിച്ചിട്ടുണ്ട്, അവർക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ഒത്താശകൾ ചെയ്തു കൊടുക്കണം, ശവം കൊണ്ടുപോകാനും പിടിക്കാനൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഇവർ എനിക്ക് തല കറങ്ങുന്നു എന്ന് പറഞ്ഞ് ഇമ്മർത്ത വാതിൽ വന്ന് തുറക്കുകയും ഉടനടി തന്നെ സെറ്റിയിലേക്ക് ഇരിക്കാൻ പറ്റിയില്ല, സെറ്റിയിലേക്ക് വീണു. നിലവിളിക്കുന്നു, എനിക്ക് പേടിയാവുന്നു എന്ന് പറയുന്നുണ്ട്, കിതയ്ക്കുണ്ട്. അങ്ങനെ ഉടനടി ഡോക്ടർ എട്ടിപ്പ് നോക്കിയപ്പോൾ BP ഹൈ ആണെന്നും സ്ട്രോക്ക് ആണെന്നും ഇമ്മീഡിയറ്റായിട്ട് ആസ്പത്രിയിൽ കൊണ്ടുപോകാനും പറഞ്ഞു. ഉടനടി സ്വന്തം വീട്ടിലുള്ള കാറിൽ ഭർത്താവിൻ്റെ എൻ്റെ മടിയിൽ തലവയ്ക്കത്തക്ക വിധം വൈഫിനെ കൂടി നിന്നവർ കയറ്റി തന്നു. ആ കയറ്റി തന്ന് ഞങ്ങൾ 8:20 ഇത് 7:20 ഉണ്ടായത്. 8:20 ആകുമ്പോഴേക്കും തൃശ്ശൂർ ഷൊർണൂർ റോഡിലുള്ള ദയാ ഹോസ്പിറ്റലിലെത്തി. എമർജൻസി വിഭാഗത്തിൽ നിന്നും 3 ജോലിക്കാർ വന്ന്, സ്ത്രീ തൊഴിലാളികൾ വന്ന് എൻ്റെ മടിയിൽ നിന്നും വൈഫിനെ എടുത്ത് പുറത്തേക്ക് കൊടുക്കുന്ന സമയം ബാക്ക് ഡോറിൽ വൈഫിൻ്റെ തലയിടിക്കുകയും അവർ അയ്യോ എന്ന് നിലവിളിക്കുകയും അവരിൽ നിന്നും മലവും മൂത്രവും പോവുകയുണ്ടായി. ഇടിയുടെ ആഘാതത്തിൽ
അത് കഴിഞ്ഞ് എന്നോട് ബ്രെയിനിൻ്റെ CT സ്കാൻ എടുക്കണം എന്ന് പറഞ്ഞ് ഫീ അടയ്ക്കാൻ പറഞ്ഞു. അതിനുള്ള ഫീ കൊടുത്തു, അതടച്ചു. 11:15 ഡോക്ടർ ബാലുമോഹൻ വന്നു. ബാലുമോഹൻ വന്നപ്പോൾ വീട്ടിൽ വെച്ച് നടന്നതായിട്ടുള്ള സർവ്വ സംഭവങ്ങളും ഞാൻ അങ്ങോട്ട് വിസ്തരിച്ച് പറഞ്ഞു. കൂടാതെ ഡോക്ടർ ഇട്ടൂപ്പ് വന്ന് നോക്കിയെന്നും ആ നോക്കിയ സമയം ഡോക്ടർ മണിയുടെ കൈ പിടിച്ച് നോക്കിയപ്പോൾ BP ഹൈ ആണെന്നും സ്ട്രോക്കാണെന്നും ഇമ്മീഡിയറ്റായിട്ട് ആസ്പത്രിയിൽ കൊണ്ടുപോകാൻ പറയുകയും ചെയ്തിരുന്നു. അത് പ്രകാരമാണ് കൊണ്ടുവന്നതെന്നും പറഞ്ഞു. ഇന്ന ആസ്പത്രിയിൽ നിന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടില്ല. നമ്മളാണെങ്കിൽ ഒരു പൈസ പോലും ഡോക്ടർക്ക് കൊടുക്കുകയുണ്ടായിട്ടുമില്ല. ദെൻ ഡോക്ടർ പറഞ്ഞത് അവർ ബ്രെയിനിൻ്റെ CT സ്കാൻ എടുത്തു. ആ CT സ്കാൻ എടുത്തതിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കാണുന്നു. ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കാണാണ്ട് അത് മരുന്ന് കൊണ്ട് ഡൈല്യൂട്ട് ചെയ്ത് കളയാം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആ സമയം അദ്ദേഹത്തോട് ഞാൻ സിറിഞ്ച് വെച്ച് അത് വലിച്ചെടുത്തുകൂടെ, ബ്ലഡ് ടെസ്റ്റിങ്ങിന് വേണ്ടി എടുക്കുന്ന മാതിരി എടുത്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അത് പറ്റില്ല, ഇത് വലിയ കുഴപ്പമൊന്നുമില്ല, മരുന്ന് കൊണ്ട് മാറ്റാം എന്നാണ് അങ്ങോട്ട് പറഞ്ഞത്. അപ്രകാരം അവിടെ അഡ്മിറ്റായി. 2 ദിവസം കഴിഞ്ഞ് 23:10 ബ്ലഡ് ബ്രെയിനിൻ്റെ CT സ്കാൻ എടുത്തു. ആ CT സ്കാൻ എടുത്തിട്ട് നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് കംപ്ലീറ്റ് ബ്ലഡ് ക്ലോട്ടുള്ളത് കംപ്ലീറ്റ് പോയി എന്നാണ്. നമുക്കതറിയില്ല. അവിടുന്ന് ചികിത്സ തുടർന്നു. 5/11 ഡിസ്ചാർജ് ചെയ്തു. ആ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ 3 കണ്ടീഷനോടുകൂടി മുടങ്ങാതെ കണ്ട് CT സ്കാൻ മുടങ്ങാതെ കണ്ട് ഫിസിയോതെറാപ്പി എടുക്കണം. കൂടാതെ ആസ്പത്രിയിൽ 15 ദിവസം കൂടുമ്പോൾ കൊണ്ടുവരണം, യൂറിനൽ ട്യൂബ് മാറ്റണം എന്നുള്ള കണ്ടീഷൻ വെച്ചു. ആ കണ്ടീഷനെല്ലാം പാലിച്ചു പോന്നു. 82 ദിവസം ഫിസിയോതെറാപ്പി. ഡോക്ടർ ടോംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടർ ബാലുമോഹൻ്റെ മുമ്പിൽ വെച്ച് CT സ്കാൻ എടുത്തിട്ടുള്ള അതേ ഡോക്ടറെ തന്നെ ഏർപ്പാട് ചെയ്തു. അങ്ങോട്ട് അതും നടത്തി വന്നു. അതിനുശേഷം 26/1 കാലത്ത് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഫസ്റ്റ് കവൾ ഉരുട്ടി അവർ ഉരുട്ടി വായിൽ വെച്ചതും ഛർദ്ദിച്ചു. ഇമ്മീഡിയറ്റായിട്ട് ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് പറഞ്ഞു. കൊണ്ടുവന്ന് ബ്രെയിൻ CT സ്കാൻ എടുത്തു. ആ സ്കാൻ എടുത്ത് വൈഫിനെ പുറത്തേക്ക് കൊണ്ടുപോയതിന് ശേഷം ആ സ്കാൻ ചെയ്ത അദ്ദേഹത്തോട് വിവരങ്ങൾ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, സാറ് എന്താണ് ഈ കണ്ടകാലം ചെയ്തിരുന്നത്? ഇവരുടെ ശരീരത്തിൽ ദർ ഈസ് നോ ബ്ലഡ് സർക്കുലേഷൻ. ഇനി തല മാറ്റി വെച്ചാൽ പോലും ഇവരെ സംബന്ധിച്ച് രക്ഷ കിട്ടില്ല എന്നുള്ള നിലയ്ക്കാണ് അങ്ങോട്ട് സംസാരിച്ചത്. ഉടനെ തന്നെ 21/10 23/10 26/1 CD-കൾക്ക് വേണ്ടി എഴുതി കൊടുത്തു. 200 രൂപ വാങ്ങിക്കൊണ്ട് 26/1/2020 CD മാത്രം. CT സ്കാൻ എടുത്തിട്ടുള്ള വ്യക്തിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇനി തല മാറ്റി വെച്ചാൽ പോലും ഇവരെ സംബന്ധിച്ച് ഇനി ജീവിതം ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞത്. ഉടനടി അതിൻ്റെ CD വാങ്ങിച്ചു. ആ CD വാങ്ങിച്ച് അത് പുറമേ കൊണ്ടുപോയി പല ദിക്കുകളിലും നോക്കി. ആ നോക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞത് അത് തന്നെയാണ്. ഇനി ഇവരെ സംബന്ധിച്ച് 2-3 മാസം പറഞ്ഞു. ദർ ഈസ് നോ ബ്ലഡ് സർക്കുലേഷൻ. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. അവിടെയും ഇവിടെയും ചില ദിക്കുകളിൽ നിൽക്കുന്നുണ്ട്. ആ നിൽക്കുന്നത് വേണമെങ്കിൽ അത് കഴിയുന്ന വരയ്ക്ക് ഇതായിക്കോളും എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവിടെ തന്നെ മറ്റേ ഡോക്ടർ എന്തോ CT സ്കാൻ എടുത്തിട്ടില്ല, അത് ക്ലിയർ ആയിട്ടില്ല എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് അങ്ങ് ഒരു MRI എടുത്തു. MRI എടുത്തതിന് ശേഷം അതിൽ ചെറിയതായിട്ടുള്ളൊരു സർജറി നടത്തി. അവിടെ തന്നെ ഞങ്ങളുടെ പുറം വേറെ എവിടെയും കൊണ്ടുകൊണ്ട് വെച്ചു. എവിടെയും കൊണ്ടുപോയില്ല. വേറെ ആശുപത്രി കൊണ്ടുപോയില്ല. എവിടെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. അപ്പോൾ ചേട്ടന് ഈ ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ ഇല്ല എന്ന് പറഞ്ഞ് CT സ്കാൻ പറഞ്ഞ കാര്യം വേറെ ആരുമായിട്ട് ഷെയർ ചെയ്തില്ലേ? ആശുപത്രി ഉണ്ട്. എൻ്റെ മക്കളും മറ്റേ ഇതായിട്ടുള്ള നിലയ്ക്കില്ല. വീട്ടിൽ കുട്ടികളുടെ എൻ്റെ 2 പെൺകുട്ടികൾക്കും അവരുടെ ഭർത്താക്കന്മാർക്കും അറിയാം, എനിക്കറിയാം. അല്ല, ഈ ആശുപത്രിക്കാരോട് പറഞ്ഞില്ല? ഇല്ലില്ല, പറഞ്ഞില്ല. എന്താ പറയാത്ത? ഇങ്ങനെ അല്ല, അങ്ങനെ അഥവാ അങ്ങനെ എന്തെങ്കിലും മരുന്നോ മറ്റു കാര്യത്തിലൂടെ അങ്ങ് ചെയ്യാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരോട് ഷെയർ ചെയ്യേണ്ടതായിരുന്നു. കംപ്ലീറ്റ് അവിടെ ഇത് പൂർണ്ണമായിട്ടുള്ള ദിക്കിൽ തന്നെ ബ്ലോക്കാണ്. എന്നാലും അത്തരത്തിലുള്ള അത് മറ്റേ ആൾ പറഞ്ഞു എന്നോട് തല മാറ്റി വെച്ചാൽ പോലും ഇനി അല്ല, അത് മരുന്നിലൂടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് പറയേണ്ടതായിരുന്നില്ലേ ആശുപത്രി അധികൃതരോട്? റിസൾട്ട് പുറത്ത് കാണിച്ചപ്പോൾ അതാണല്ലോ അങ്ങോട്ട് പറഞ്ഞത്. അങ്ങോട്ട് പറഞ്ഞത് മറ്റേ ഇത് പറഞ്ഞ മറ്റേ എന്താ പറയണ്ടേ, ക്യാൻസർ ആണെന്നാ എന്തോ പറഞ്ഞിട്ടുള്ളതായിരിക്കണം അങ്ങോട്ട് പറഞ്ഞേ.
ക്യാൻസർ ആണെന്ന് അന്ന് തന്നെ പറയണല്ലോ. അതാരാ പറഞ്ഞ ക്യാൻസർ? ഡോക്ടർ ബാലുമോഹൻ. അപ്പൊ ലാസ്റ്റേ ഇത് കഴിഞ്ഞ ശേഷമാണ്. അപ്പൊ പറയൂ. അപ്പൊ അയാൾ കൊണ്ടുപോകണ വെച്ചു, അയാൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണ വെച്ചു, ഒരു വീക്കിലേക്കും കൊണ്ടുപോകണ്ടേ പറഞ്ഞു. അവിടെ തന്നെ നോക്കി നമ്മള് അവിടെ തന്നെ MRI ചെയ്തു, അവിടെ തന്നെ ചെറിയ സർജറി അങ്ങോട്ട് നടത്തി. നമ്മൾ കൊണ്ടുപോകണില്ല. ഇത് പുറമെ ഒരാൾക്കും ന്യൂസ് വിടാനും പോയില്ല. വൈഫിന്റെ മറ്റേ മോളുടെ അടുത്ത് സാമ്പിൾ കൊടുത്തു, അവരെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അവരെ കൊണ്ട് ചെക്ക് ചെയ്തപ്പോൾ അതിന് മുമ്പ് നമ്മൾ CD കൊണ്ടുപോയി നോക്കിച്ചിട്ടുള്ളതാ. അവര് പറഞ്ഞു നമ്മളോട് നേരത്തെ പറഞ്ഞതല്ലേ, ഇനി അതുകൊണ്ട് കാര്യമില്ല, വേണമെങ്കിൽ അവരെ കുറച്ച് വേദന കുറച്ചുകൂടി അനുഭവിപ്പിക്കാം, അല്ലാണ്ട് യാതൊരു കാര്യമില്ല ഇതുകൊണ്ട് എന്ന് പറഞ്ഞു. മറ്റേയാളുടെ തടി ഇത് ശരിക്കും നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ നമ്മളോട് ഇവർ പറഞ്ഞിരുന്നു നല്ല രീതിയിൽ ഒരു ചികിത്സ കൊടുത്തിരുന്നു. അതല്ല, തെറ്റ് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ 21/10 23/10 എടുത്തതിന് ശേഷം ഒരു MRI സ്കാൻ, ഒരു CT സ്കാനോ അല്ലെങ്കിൽ MRI എടുത്തിട്ടില്ല. അതാണ്. അപ്പൊ ആ വീട്ടിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് അപ്പൊ അപ്പോഴെങ്കിലും തെളിയും 5-10 കുറച്ച് ദിവസം കഴിഞ്ഞ കാര്യമില്ല. അപ്പോഴും തന്നെ അത് തെളിയുമായിരുന്നു. ആശുപത്രിക്കാരുടെ ശരിക്കുള്ള അനാസ്ഥ തന്നെയാണ്, ഡോക്ടറുടെ അനാസ്ഥ. എന്തുകൊണ്ട് ഡോക്ടർ അങ്ങനെ ചിന്തിച്ചില്ല എന്നുള്ളത് രണ്ടാമതൊരു ചോദ്യം ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അല്ല, ഇത് എന്തുകൊണ്ട് ഡോക്ടർ അപ്പോൾ ചിന്തിച്ചില്ല എന്ന് ആരെങ്കിലും അദ്ദേഹത്തോട് ചോദിച്ചായിട്ടുള്ള അറിവ് കിട്ടിയോ? ഇല്ല, ഞാൻ ചോദിച്ചു അങ്ങോരോട്, എനിക്ക് സാറേ എനിക്ക് ഇത്തിരി ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ടെന്ന് പറഞ്ഞു അങ്ങോരോട്. അത് മരിച്ചതിന് ശേഷമാണ് അത്. അപ്പൊ അവര് പറഞ്ഞു എന്താ വെച്ചാൽ അത് ഏകദേശം 5-8 മാസമായി ചോദിച്ചു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു സാറിന് 8 മാസമായി തോന്നിച്ചാൽ എനിക്ക് ഒരു ദിവസമാതിരി പോലും തോന്നില്ല. സാർ അത് മുടങ്ങാതെ കണ്ട് ഒരു 4-5 പ്രാവശ്യം CT സ്കാനോ അല്ലെങ്കിൽ MRI സ്കാനോ എടുത്തെങ്കിൽ അറിയാമായിരുന്നു ഈ ബ്ലഡ് ഡൗണിലാണ്. റേഡിയോളജിസ്റ്റ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കേട്ടോ, ദർ ഈസ് നോ ബ്ലഡ് സർക്കുലേഷൻ എന്നുള്ളത് അങ്ങോട്ടും പറഞ്ഞു, ഡോക്ടറും പറഞ്ഞിട്ടുണ്ട്, അല്ല മറ്റേ ഇവരും പറഞ്ഞിട്ടുണ്ട്, മൈൽഡ് ഇൻക്രീസ് എന്നാണ് പറഞ്ഞാണ്. അതായത് ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് കുറേ കൂടിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ റെഡിങ്ങിൽ അതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം വീട്ടിൽ വന്ന ശേഷമാണ് വീട്ടിൽ വന്ന് ഏകദേശം മറ്റേ ഇതായിട്ടോ 26-1 വരയ്ക്കും യാതൊരു കുഴപ്പമില്ല. നമുക്കറിയില്ല. ഇത്രയും ഇത് വെച്ചുകൊണ്ട് അവര് ജീവിക്കുകയായിരുന്നു അല്ലേ? ഒരു വിഷയമായി അവർക്ക് അല്ല, അവര് 24 മരിക്കുന്നവരിക്കും അവരുടെ അടുത്ത് ഈ ന്യൂസ് ഞങ്ങൾ വിട്ടിട്ടില്ല. അല്ല, അതിപ്പോ രോഗിയോടെല്ലാം പറയണമെന്നില്ലല്ലോ. അല്ല, അതല്ല, എന്നാലും ശരി, പുറമെ ഒരാളും അറിയാണ്ടിരിക്കാനായിട്ട് ഞാനും എൻ്റെ 2 പെൺകുട്ടികളും അവരുടെ ഭർത്താക്കന്മാരും ഒഴിച്ച് വേറെ ആളും ഈ ന്യൂസ് കൊടുത്തിട്ടില്ല. എൻ്റെ രണ്ടാമത്തെ മോള് ജോലി അവിടെ നിന്ന് വിട്ടു പോകുന്നു, ബോംബെ അല്ല ഈ ദുബായിൽ നിന്ന് ജോലി വേണ്ടാന്ന് വെച്ചിട്ട് നമ്മുടെ വൈഫിൻ്റെ കൂടെ നിൽക്കായിരുന്നേ. അവൾ അത്യാവശ്യം ഇതിനെപ്പറ്റി അറിയാവുന്ന. അപ്പോൾ ബാക്കി പറയൂ. അപ്പോൾ എന്താ, അപ്പോൾ മരണപ്പെടുന്നത് ഈ എത്ര 2020. അപ്പോൾ അതിനുശേഷം പിന്നെ ചേട്ടൻ ഈ കേസിലേക്കും കാര്യങ്ങൾ 21/1/2020 ഇതുണ്ടായത്. ഏതുണ്ടായത്? ഇത് മറ്റേ വീട്ടില് വെച്ചിട്ട് പ്രശ്നം വന്നല്ലോ. ഊണ് കഴിക്കാൻ നോക്കുമ്പോ തന്നെ ഛർദിച്ചു. അവിടെ കൊണ്ടുപോയി ആസ്പത്രി കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തു. ടെസ്റ്റ് ചെയ്തിട്ട് നോക്കിയപ്പോൾ മറ്റേ ഒരു MRI ഇടിപ്പിച്ചു. MRI ഇടിപ്പിച്ചിട്ട് നോക്കിയപ്പോൾ പറഞ്ഞു മറ്റേ ഇതിൽ എന്തോ ക്യാൻസറിൻ്റെ സംശയം എന്ന് പറഞ്ഞു. സാമ്പിൾ വന്നു. ആ സാമ്പിൾ കൊണ്ടുപോയി കൊടുത്തു. അതിന് മുമ്പ് നമ്മൾ ഈ CD കൊണ്ടുപോയി നോക്കിച്ചു. അപ്പോൾ അതിനുശേഷം പിന്നെ എപ്പോഴാണ് മരണം സംഭവിക്കുന്നത്? മരണം സംഭവിക്കുന്നത് 24-ന്. അതിനുള്ളിലായിട്ട് 10-20 ദിവസത്തോളം ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, ജൂബിലി മിഷന്റെ. എന്തിനായിരുന്നു അത്? ഇവര് കുറച്ച് ദിവസം ഇങ്ങനെ ഇരിക്കുന്നത് സന്തോഷത്തോടുകൂടി ഇരുന്നോട്ട് വെച്ചിട്ട്. എന്താ ഇവരുടെ നസീമോ അല്ലെങ്കിൽ വേറെ അത് ഡോക്ടർ അപ്പം തന്നെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചപ്പോൾ തന്നെ ഇതൊക്കെ നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവരുടെ സർജറിയൊക്കെ നടത്തിയ കാരണം ഇനി ഇതിലൊന്നും യാതൊരു രക്ഷയും കിട്ടില്ല. അതെ, വെറുതെ ഒരു സന്തോഷത്തോടുകൂടിയിട്ട് വേണമെങ്കിൽ ഇരിക്കാന്നല്ലാതെ വേണമെങ്കിൽ ഒഴിച്ചത് മാതിരി അവരെ കുടിപ്പിക്കലും മറ്റും മറിച്ചൊക്കെ ചെയ്യും. അവരുടെ പരിപാടി കൈയും കാലും സ്തംഭിച്ചൊക്കെ പോയായിരുന്നു? ഇല്ല, കൈയും കാലും സ്തംഭിച്ചില്ല. ഇല്ല. ആളെ പിടിച്ചിരിക്കും, നടത്തിയ പിടിച്ച് നടത്തിയ ആഹാരം കഴിച്ചത്. അപ്പോൾ ഈ പ്രാഥമിക കാര്യങ്ങൾ നമ്മളൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ ഇനി പറയൂ, ബാക്കി എന്തൊക്കെയാ സംഭവിച്ചത്? തുടർന്ന് പിന്നെ ഈ കേസ് കൊടുക്കണമെന്ന് തീരുമാനത്തിലേക്ക് പോയത് എന്തുകൊണ്ടാണ്? എങ്ങനെ ആരൊക്കെ പറഞ്ഞു കേസ് കൊടുക്കണം, ആശുപത്രിക്കെതിരെ കേസ് കൊടുക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു? അതെ, ഞാൻ ഡോക്ടറോട് ചോദിച്ചു. ഞാൻ എന്നെ ചോദിച്ചത് ഡോക്ടറോട് ചോദിച്ചു, സാർ എനിക്ക് ഇങ്ങനെ ചില കാര്യങ്ങൾ സംസാരിക്കേണ്ട അങ്ങോട്ട്. ആശുപത്രി അധികൃതരെ തന്നെ കണ്ടോ? ഡോക്ടറെ മാത്രമല്ല, ആദ്യം ഈ ഇടപെട്ടില്ല. ആദ്യം ഡോക്ടറെ വിളിച്ചു. ഡോക്ടറോട് ചോദിച്ചു എനിക്ക് ചില കാര്യങ്ങൾ സംശയിക്കേണ്ടി പറഞ്ഞു. കാരണം നമ്മൾ ഈ CD ഇട്ട് നോക്കിയപ്പോൾ നമുക്ക് വിവരം തന്നു കഴിഞ്ഞു. പിന്നെ മറ്റേയാളും പറഞ്ഞു കഴിഞ്ഞു അവിടുത്തെ ആള്. ഇത് മരിച്ചതിന് ശേഷമാണ് ഞാൻ ചോദിച്ചു ഇങ്ങനെ. അപ്പൊ അങ്ങോട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് 5-8 മാസമായിട്ട് ചോദിച്ചു. അപ്പൊ എന്താ അത് ശരിക്കും സാറിന്റെ നോട്ടം കൊണ്ട് വന്നിട്ടുള്ള പെശകൾ എന്നുള്ളതാണ് പൊതുവിൽ. ഈ ബാലു മോഹനാണ് ഡോക്ടർ ബാലു. സീനിയർ ഡോക്ടറാണോ?
ആ സീനിയർ ഡോക്ടർ ആണോ? ആ അങ്ങനെ ശരിക്കും പാസ്സായിട്ടില്ല എന്ന് വേറൊരാൾ എന്നോട് പറഞ്ഞു. അത് മുഴുവൻ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അത് അവരുടെ ഹോസ്പിറ്റലത്തെ മെയിൻ ആയിട്ടുള്ള ആളാണ് ഒരാൾ പറഞ്ഞത്. അതായത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ജോലി നടന്ന ആളാണ്, ഡോക്ടറായിട്ട് തന്നെ. മനസ്സിലായി? അത് ഇതാവണ്ട എന്തായിരുന്നു അത് അങ്ങനെ ചോദിച്ചു എന്നോട്. അവൻ പാസ്സായിട്ടില്ലോ എന്ന് ചോദിച്ചു ആദ്യം പറഞ്ഞപ്പോൾ. ഞാൻ വേറൊരാൾ ഒരുമിച്ചാണ് പോയത്, അങ്ങോട്ട് അടുത്തേക്ക് പോയത്. പിന്നെ എന്നോട് നമ്മളെ കൊണ്ടുപോയിട്ടുള്ള ആൾ തന്നെ പറഞ്ഞു, വേണ്ട മോനെ ആയിരിക്കും ഇടപെടേണ്ട പറഞ്ഞു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം ഞാൻ ചോദിച്ചു, ഉത്തരവാദിത്തം ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു, ഏയ് അത് ഒരു കൊല്ലത്തോളം ആവാറില്ല ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കൊല്ലത്തോളം. സാറ് ശരിക്കും നോക്കുകയാണെന്ന് വെച്ചാൽ വാസല് ശരിക്കും ഞങ്ങൾ മെഡിക്കൽ ഇൻഷുറൻസ് 10-30 ലക്ഷത്തിൻ്റെ മെഡിക്കൽ ഇൻഷുറൻസും മറ്റും മറിച്ചൊക്കെ ഉണ്ടായിരുന്നതാണ്. ഞാൻ സാറിനോട് പറഞ്ഞു, ചോദിച്ചപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു അവർക്ക്. ആ ഡീറ്റെയിൽസ് കൊടുത്ത് അത് പ്രകാരം സ്റ്റാർ ഹെൽത്താണ് ഇൻഷുറൻസ് തന്നിരുന്നത്. മനസ്സിലായോ? എന്നിട്ട് ഇതായിട്ടുള്ള ഈ ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടുള്ളത് അത് പോയില്ല, സർജറി കൊണ്ടല്ലാണ്ട് ഹേമോളജിക്കൽ സ്ട്രോക്ക് എന്നാ പറഞ്ഞാണ്. അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ സ്ട്രോക്കിന് ഒരിക്കലും സർജറി ഇല്ലാണ്ട് മാർഗമില്ല. 2 വിധം സ്ട്രോക്കാണ്. അതിപ്പോൾ നമ്മുടെ യൂട്യൂബിൽ ഇതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം അതിനെ പറ്റിയിട്ട് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഡോക്ടർ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറുന്നു. അല്ല, ഡോക്ടർ മരിക്കുന്നവർക്ക് നമ്മൾ പിന്നെ അങ്ങോട്ട് വഴക്ക് പിടിക്കുക ഒന്നും ഉണ്ടായിട്ടില്ല. അവിടുന്ന് നമ്മൾ ഇവിടേക്ക് മാറ്റി, ജൂബിലി മിഷന്റെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി, ആയുർവേദത്തിലേക്ക്. അത് തൊടുപുഴ വന്നിട്ട് തൊടുപുഴത്തെ ഡോക്ടറെ കണ്ട്, ഡോക്ടർ സഹദേവൻ എന്ന് പറയും, അങ്ങോരെ കണ്ട് ജൂബിലി മിഷനും ഈ ഡോക്ടറും കൂടിയുള്ള കൊളാബറേഷനിലാണ് അവിടെ ഹോസ്പിറ്റൽ നടത്തുന്നത്, രാമറമൂരം. അവിടെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു 11/2-ന്. 11/2 മുതൽ 1-3 വരെയ്ക്ക് അവിടെ ചികിത്സയിലിരിക്കുമ്പോൾ 1-3 കാലത്ത് മരുന്ന് കൊടുക്കുമ്പോൾ ഛർദ്ദിച്ചു. അപ്പോൾ ടൈം അടുത്തുകൊണ്ടിരിക്കണമെന്ന് അർത്ഥം. ആ ഛർദ്ദിച്ചിട്ട് നോക്കിയപ്പോൾ അപ്പം തന്നെ കൊടുന്നു, ഇവിടെ കൊടുന്ന് MRI എടുത്തു ജൂബിലിയിൽ. എടുത്തിട്ട് നോക്കിയപ്പോൾ ഇങ്ങൊരു സർജറി ചെയ്തിട്ടുള്ളതിൽ കുറേ കട്ടയും മുട്ടിയായിട്ട് അവിടെ ഇട്ടുണ്ട്. അതായത് ബോധം വീണെങ്കിലോ എന്നുള്ള പേടിയിൽ തുന്നിക്കെട്ടി ദേഹ ഹോസ്പിറ്റല്. മനസ്സിലായോ? അങ്ങനെ അവിടേക്ക് തന്നെ പിന്നെ അങ്ങടെ ഡെയിലിക്ക് തന്നെ മാറ്റി. കാരണം ഞങ്ങളിവിടെ പറഞ്ഞു കഴിഞ്ഞു, ഇനി ഇവരെ സംബന്ധിച്ച് എങ്ങനെയില്ല. അപ്പോൾ എങ്ങനെയും ആരും പുറത്തറിയാതെ കണ്ട് എൻ്റെ വീട്ടിൽ നമ്മൾ പുറമേ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 2 കുട്ടികളൊഴിച്ച് ബാക്കി വേറെ എൻ്റെ പെങ്ങന്മാരോ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇവരെ കാണത്തില്ല, എന്നെ ഇരുന്ന് സംസാരിക്കുക ഇടയ്ക്ക്. അയ്യോ മണിയുടെ കഴിയാറായില്ലോ, അങ്ങനെയാണെന്ന് പറയില്ലേ. അത് വരാണ്ടിരിക്കാനായിട്ട് ഞങ്ങൾ ഒരാളോടും മിണ്ടിയില്ല. ഈ ന്യൂസ് പുറത്തു വിട്ടില്ല. ഞങ്ങൾക്കറിയാം 18/4-ന് ഉള്ളിലായിട്ട് 4 തവണ 6 തവണ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോലും കൊണ്ടിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയേണ്ടത് ഇനിയിപ്പോൾ മരണം ലാസ്റ്റ് 18/4-നാണ് കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തത് ദയ ഹോസ്പിറ്റലിൽ. 18/4 വീണ്ടും ജൂബിലി 12-ാം തീയതി ജൂബിലിയിൽ മറ്റേ ഇതായിട്ട് നോക്കി 1-3-ന് ശ്രദ്ധിച്ചല്ലോ കാലത്ത്. അപ്പം നോക്കിയപ്പോൾ അവിടുന്ന് കുടിക്ക് തന്നെ കൊണ്ടുവന്നു, ദയയിലേക്ക് തന്നെ കൊണ്ടുവന്നു. ദയയിൽ കൊണ്ടുവന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ 6 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും. ദെൻ 18/4-ന് കാലത്ത് നോക്കിയപ്പോൾ ഒരു 5 മണി 6 മണി ആകുമ്പോഴേക്കും ഇവരുടെ BP ഭയങ്കരമായിട്ട് ഡൗൺ ആയി, തീരെ ഇല്ലാത്ത മാതിരിയായി. വെറുതെ ഇങ്ങനെ നോക്കി ഇങ്ങനെ കിടക്കുക കണ്ടിങ്ങനെ ശരിക്കും പറയാൻ തന്നെ പറ്റില്ല സാർ. ആ മാതിരിയുള്ള നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോഴേക്കും നമുക്ക് ഇതായി പോകും. അപ്പം തന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. 24-ന് കാലത്ത് വെന്റിലേറ്റർ ആക്കി. 24/20-ന് കാലത്ത് 4:50-ന് കഴിഞ്ഞു. എത്ര വർഷം ഇപ്പോൾ മരിച്ചിട്ടിപ്പോൾ 4 വർഷമായി. 4 വർഷമായി. അപ്പോൾ ഇതിനെ തുടർന്ന് ആശുപത്രിക്കെതിരെയും ഡോക്ടർക്കെതിരെയും കേസ് കൊടുത്തു. കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? കേസ് എടുക്കാനായിട്ട് അവർ ഇതുവരെ ഇതാക്കിയിട്ടില്ല. ഈ CD പോലും ഹാജരാക്കിയിട്ടില്ല. 21/10-ന്റെ 23/10-ന്റെ CD ഹാജരാക്കിയിട്ടില്ല. പിന്നെ ഡോക്ടർ ഇട്ടുപ്പിനെ വിളിച്ച് ചോദ്യം ചെയ്തിട്ടില്ല. ഇട്ടുപ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഇവർക്ക് BP ഹൈ ആണ്, സ്ട്രോക്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇതാവാൻ വേണ്ടി ഞങ്ങൾ വിളിക്കാൻ. അപ്പോൾ ഇതുവരെയും ആശുപത്രി അധികൃതർ നിങ്ങളോട് ഒരു അനുഭാവപൂർണ്ണമായ ഒരു നീക്കത്തിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ നമ്മളും അവിടേക്ക് പോയിട്ടുമില്ല. അപ്പോൾ ചോദിക്കുന്നത്, ഇത് രാഷ്ട്രീയമായിട്ട് ആരെങ്കിലും ഒക്കെ കാണുകയോ? ഇല്ല ഒന്നും. ഇപ്പോൾ നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ കത്ത് കൊടുത്തു എന്ന് പറഞ്ഞു. ഉണ്ട്. അത് ഞാൻ ഇതായിട്ടുള്ള ഈ ഡോക്ടറുടെ കൊണ്ട് അപ്പം നമ്മൾ ഇതായി നോക്കി, കാരണം തെറ്റ് അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഇത് കൊടുത്തപ്പോൾ എന്താ ഇപ്പൊ അതിന് അന്വേഷണം വന്നു. ആ അന്വേഷണം വന്നിട്ട് നോക്കിയോ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങോട്ടേ വിളിച്ചു. ഈ ആശുപത്രിക്കാരെ വിളിച്ചു, ഈ ഡോക്ടറെ എന്നെ വിളിച്ചു. ആദ്യം ഫസ്റ്റിൽ എന്നെ വിളിച്ചു. 1/6/2021 എന്നെ വിളിച്ചു.
ഞാൻ ചെന്ന് മറ്റേ SIയുടെ മുമ്പിൽ മൊഴികൾ കൊടുത്തു. അത് കഴിഞ്ഞ് മറ്റേയാളെ വിളിച്ചിട്ടുണ്ട്. ആ ഡേറ്റ് ആണെന്നില്ല, ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്. ഡോക്ടറെ വിളിച്ച് ഡോക്ടറെ മൊഴി ഇതിലുണ്ട്, അവർ പറഞ്ഞിട്ടുള്ള മൊഴി. പക്ഷെ അത് കറക്റ്റ് അല്ല. പക്ഷെ എന്നാലും അതിൽ ഇയാൾ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും ഭാഗം അയാൾ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അങ്ങോട്ട് തെറ്റ്. നമ്മളത് കേട്ടായിരുന്നു നേരത്തെ. സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൂടുതലായിരുന്നില്ല. ഞാൻ വായിക്കാം. 23/10/2029 തീയതി വീണ്ടും CT സ്കാൻ എടുത്തു. ബ്ലീഡിംഗ് ഉണ്ടോ എന്ന് അറിയുന്നതിന് അന്ന് CT സ്കാൻ എടുത്തത്. എന്നാൽ ബ്ലീഡിങ് സിഗ്നിഫിക്കൻ്റ് ആയി കൂടുതലായിരുന്നില്ല. മരുന്ന് കൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയിലാണെന്ന് ബോധ്യപ്പെട്ടതിനാൽ സർജറി വേണ്ട എന്ന് നിശ്ചയിക്കുകയും മരുന്നുകൾ നൽകുകയും ചെയ്യും. അവിടെയാണ് അങ്ങോട്ട് പറ്റിയത്. അവിടെ ഇതിൽ സർജറി അല്ലാണ്ട് വേറെ യാതൊരു മാർഗമില്ല. അപ്പോൾ ശരിക്കും ഈ ആശുപത്രിയിൽ ഇതിൽ സ്ട്രോക്കിനെ പറ്റി ഇയാൾ എഴുതിയിട്ടുണ്ട്, ഹേമോറാജിക് സ്ട്രോക്ക് എന്നാണ്. ഹേമോറാജിക് സ്ട്രോക്ക് ആണെന്ന് വെച്ചാൽ സർജറിയാണ് ഇമ്മീഡിയറ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് അറിയാത്തവരെയാണ് അവർ ഡോക്ടർ അത്ര കണക്കിലെടുത്തില്ല. അല്ല, ആശുപത്രി അധികൃതർ ഇങ്ങനെ ഒരു വകയെ അറിയാത്ത ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഗവൺമെന്റ് ആശുപത്രി ഒന്നും അടുത്തില്ലായിരുന്നോ? അല്ല, അതിന് കുറച്ചുകൂടി ഗവൺമെന്റ് ആശുപത്രികളും കുറച്ചുകൂടി നല്ലതാണ്. പക്ഷേ എന്നിട്ട് നമുക്ക് ഇതല്ലേ സംഭവിച്ചത്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എന്തായാലും ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ആണ് ഇപ്പോൾ ഇങ്ങനെ ഇദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ രണ്ടാമതും കൊടുത്തു. ഈ നിലയ്ക്കുള്ള റിപ്പോർട്ട് നമ്മൾ മേടിച്ചു. റൈറ്റ് ടു ഇൻഫർമേഷൻ അനുസരിച്ച് ഇത് എഴുതി മേടിച്ചതിന് ശേഷം നമ്മൾ അതിന്മേൽ ഫർദർ, അതായത് എന്നെയോ ഡോക്ടറെ വിളിച്ചിട്ട് ഒരുമിച്ചിരുത്തിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റാഫിനെ ഒരുമിച്ചിരുത്തിയിട്ടോ ചർച്ച ചെയ്തിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അടുത്ത നീക്കം എന്താണ്? താങ്കളുടെ ഭാഗത്തു നിന്നുള്ള അടുത്ത നീക്കം എന്താണ്? അല്ല, ഇപ്പോൾ നമ്മൾ മെഡിക്കൽ ബോർഡിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. അവിടേക്ക് അയച്ചിട്ട് നോക്കിയപ്പോൾ അവിടുന്ന് എൻക്വയറിക്ക് ഇവിടേക്ക് വിട്ടു, തിരുവനന്തപുരത്തേക്ക്. തിരുവനന്തപുരത്ത് എനിക്ക് പേപ്പർ വന്നു. ആ പേപ്പർ വന്നിട്ട് നോക്കിയപ്പോൾ നമ്മൾ അതിനുള്ള റിപ്ലൈ കൊടുത്തു, ഇന്ന വിധത്തിലാണെന്നുള്ളത്. അതിലാണ് ഇതായിട്ടുള്ളത് ഈ ഒരു റിപ്പോർട്ട്. മനസ്സിലായി. അപ്പോൾ ഇനിയിപ്പോൾ ഇനി തുടർന്ന് എന്താണ് ചേട്ടൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്? ഇനിയിപ്പോൾ മെഡിക്കൽ ബോർഡ് വന്നു കഴിഞ്ഞു, എന്തെങ്കിലും ശുഭപ്രതീക്ഷയുണ്ടോ ഈ കാര്യത്തിൽ? ആശുപത്രി അധികൃതരുടെ മേൽ എന്തെങ്കിലും നടപടി വരും എന്നൊരു നടപടി വേണം. അല്ല, അങ്ങനെ ശുഭപ്രതീക്ഷ ഉണ്ടോ? ഇതുവരെയുള്ള ഉണ്ട്. അല്ല, ഇതുവരെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു, അവരെ അവിടെ വിളിപ്പിച്ചു, മെഡിക്കൽ ബോർഡ് ഇടപെട്ടിരിക്കുന്നു. മെഡിക്കൽ ബോർഡിന്റെ ഇടപെടലിന് തിരുവനന്തപുരത്ത് താങ്കൾ വന്നായിരുന്നോ? മറ്റേ വിളിക്കണം, ഞാൻ ഡൽഹിക്ക് അയച്ചത്. അത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യക്കാണ്. അപ്പോൾ അവരതിന്റെ ഫർദർ അത് ഇവിടേക്ക് അയച്ചു നോക്കാൻ പറഞ്ഞിട്ട്. എവിടെ അയച്ചു? തിരുവനന്തപുരം. അവിടെ നിങ്ങളെ വിളിച്ചോ? വന്നു. അവിടുന്ന് എനിക്ക് ലെറ്റർ വന്നു. ആ ലെറ്റർ വന്നിട്ട് നോക്കിയപ്പോൾ ഞാൻ ഇതിനെ മറ്റേ ഇതായിട്ടുള്ള നിലയ്ക്ക് ഒപ്പീനിയൻ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഒരു ഇതാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള. പക്ഷെ അവര് ഡോക്ടർമാരുടെ പേരുകൾ അവർ എഴുതില്ല, അതവര് ഇതിന് ബാധിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോ ഇവിടം വരെയാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത്. ഇനി അയച്ചു കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഇനി താങ്കൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇനി താങ്കൾ ഇതിൽ പ്രതീക്ഷിക്കുന്നത്? നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കണം. എന്താണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അല്ല, ഇതിൽ മറ്റേതായിട്ടുള്ള നിലയ്ക്ക് ഡോക്ടറെ ശിക്ഷിക്കേണ്ടി വേണം. ഒന്നുകിൽ ശിക്ഷിക്കുക, അല്ലെങ്കിൽ ഡോക്ടർ ക്യാഷ് അടയ്ക്കണം, നമുക്ക് നഷ്ടപരിഹാരം തരണം. അപ്പോൾ കൺസ്യൂമർ കോർട്ടിൽ കേസ് ഇങ്ങനെ നിൽക്കുകയും കൺസ്യൂമർ കോർട്ടിലത്തെ കേസ് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിലയ്ക്ക് അതിന് കടലാസ് പെറ്റീഷൻ എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഹിയറിംഗ് പോലും ആയിട്ടില്ല. ഇല്ല, അതൊന്നും നിങ്ങളെ കേൾക്കാൻ പോലും തയ്യാറായിട്ടില്ല. എത്ര തവണ മാറ്റി വെച്ചു? അതിപ്പോൾ ഒരു 5 തവണയെങ്കിലും ഉണ്ട്. അത് 4 കേസായിട്ടാണ്. ഒന്ന് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ, അവര് കാർ തന്നിട്ടില്ല, അതും പണം വെട്ടിപ്പ്. അതിൽ വേറൊരു ഇത്, അത് സാറിന് ഞാൻ പറയാം, അത് ഗ്രൂപ്പ്, അതായത് 2 തരം പോളിസി ആയിരുന്നു 2015 മുതൽ. ഇവര് LIC ഏജന്റ്, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസിന്റെ ഏജന്റാണ് 1986 മുതൽ. അതേ സമയത്ത് ഗ്രൂപ്പ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഏജൻസിന്റെ ഗ്രൂപ്പ് ഉണ്ട്, 85 ആളോ 86 ആളോ കൂടിയിട്ട് 2015 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിൽ 2 ടൈപ്പ് പോളിസിയാണ്. ഒന്ന് 5 lakhs, ഒന്ന് 50,000. ഗ്രൂപ്പ് പോളിസിയിൽ, ഈ 2 ഗ്രൂപ്പ് പോളിസിയിൽ ഒരെണ്ണത്തിൻ്റെ പണം അടച്ചിട്ടുള്ളത് ഇവർ അപകടം പറ്റി കിടന്നതിന് ശേഷമാണ്. ശരിക്കും നമ്മൾ കൊടുത്തിട്ടുള്ളത് 1/8-നാണ്. അതേ സമയത്ത് ആ പ്രീമിയം അടച്ചിട്ടുള്ളത് നവംബറില ഒരെണ്ണത്തിൻ്റെ. 5/8/2015 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഗ്രൂപ്പ് ഇൻഷുറൻസിൻ്റെ. അതിൽ 2 പോളിസിയാണ്, 2 ടൈപ്പാണ്. ഒന്ന് ഇൻഡിവിജ്വൽ വ്യക്തിപരമായിട്ടുള്ളതും, ഒന്ന് മറ്റേ ഗ്രൂപ്പായിട്ടുള്ളതും. അതിൽ എന്താ വെച്ചാൽ ഒരെണ്ണത്തിൻ്റെ പ്രീമിയം 21/10 ഇവർ അവസരമായിട്ട് കിടന്നതിന് ശേഷം 5/8 തുടങ്ങിയിട്ടുള്ള എൻ്റെ പ്രീമിയം 5/8 അടയ്ക്കാതെ ഉണ്ട്. അത് നവംബർ മാസം 21 കൊണ്ടത് അടച്ചിടണം. അത് നമ്മൾ ചെയ്തിട്ടുള്ളതല്ല, PM തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഏജന്റും ഇൻഷുറൻസ് കമ്പനിയും കൂടിയിട്ടാണ്. ഒരിക്കലും ഒരാളുടെ പേഴ്സണൽ ഇൻഷുറൻസ്
ഒരിക്കലും ഡേറ്റ് മാറ്റാൻ പറ്റില്ല. ആ ഡേറ്റിൽ നിന്ന് വേറൊരു ഡേറ്റിലേക്ക് പറഞ്ഞ ആൾ മരിച്ചു കഴിഞ്ഞാൽ ക്യാഷ് കൊടുക്കണ്ടേ? ശരിയാണ്. അപ്പോൾ അങ്ങനെ ഒരു അനാസ്ഥയും അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാ പേപ്പറും വേണം അല്ല. അതെ. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇനി താങ്കൾ എന്തൊക്കെയാണ് ഇനി ഇതിന്മേൽ താങ്കളുടേതായി ചെയ്യാൻ പോകുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? ഇതിൽ താങ്കൾക്ക് നീതി കിട്ടണം. അതിന് ഇനി എന്തൊക്കെയാണ് താങ്കൾ ചെയ്യാനായി ഉദ്ദേശിക്കുന്നത്? അല്ല, അതിനുള്ള എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട് വെച്ചാൽ അതിൽ കൂടെ പോകണം, നിയമവശത്തിൽ കൂടെ നമുക്ക് പോകണം. ഏതായാലും സ്വന്തം ഭാര്യയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി വളരെ തീവ്രമായ പ്രയത്നങ്ങൾ നടത്തിയിട്ടും ആശുപത്രിക്കാരുടെ ഡോക്ടറുടെ അനാസ്ഥയുടെ ഫലമായി ഒരു ജീവൻ നഷ്ടപ്പെട്ട് ഈ വാർദ്ധക്യകാലത്ത് തൻ്റെ ഭാര്യയുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ അതിന്മേലുള്ള നിയമ നടപടികൾക്ക് ആയി അദ്ദേഹം മുട്ടാത്ത വാതിലുകളില്ല. പ്രധാനമന്ത്രിയുടെ അടുത്ത് വരെ പരാതി പോയിരിക്കുന്നു. ആശുപത്രി അധികൃതരുടെ മേൽ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ഇനി കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അറിയാൻ കഴിയൂ. ഈ പ്രസ്തുത ഡോക്ടർ ശരിക്കും എന്തുകൊണ്ടാണ് ശസ്ത്രക്രിയ വേണ്ടിടത്ത് ശസ്ത്രക്രിയയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല? ഏതായാലും നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കാത്തിരിക്കാം. ഇതിൻ്റെ മറ്റ് നടപടികൾ എന്തായി എന്നുള്ളത് ഞങ്ങളോട് തന്നെ വീണ്ടും പറയുക. നമുക്ക് മറ്റൊരു അവസരത്തിൽ ഈ കാര്യങ്ങൾ വീണ്ടും സംസാരിക്കാം. നന്ദി, നമസ്കാരം.